നമസ്കാരം. ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലീറ്റ് എഡിഷൻ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ കമ്മിറ്റിയും പ്രകടന പത്രികാ സമിതിയും രൂപീകരിച്ച് കോൺഗ്രസ്. രമേശ് ചെന്നിത്തലയാണ് പ്രചാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. പ്രകടന പത്രികാ സമിതിയുടെ ചെയർമാനായി ബെന്നി ബെഹ്നാനെ നിയോഗിച്ചു. അരവിന്ദ് PR ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അരവിന്ദ്, നേതാക്കളെ എങ്ങനെയൊക്കെയാണ് ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ കമ്മിറ്റിയും പ്രകടന പത്രികാ സമിതിയും രൂപീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാനാകുന്നത്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ അതിവേഗം മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രചരണ കമ്മിറ്റിയും അതുപോലെ തന്നെ പ്രകടന പത്രികാ സമിതിയും കോൺഗ്രസ് രൂപീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും രമേശ് ചെന്നിത്തല, കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ ശശി തരൂരിനും നിർണായകമായ പദവികൾ നൽകിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ പ്രചരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായി ശശി തരൂർ എത്തുമ്പോൾ ഉപാധ്യക്ഷനായി എത്തുന്നത് ശശി തരൂരാണ്. അതിൽ ഷാഫി പറമ്പിൽ കൺവീനറായി എത്തുന്നു. അതേസമയം ഹൈബി ഈഡൻ, അതുപോലെ തന്നെ റോജി എം ജോൺ, CR മഹേഷ്, മാത്യു കൊഴുനാടൻ, രമ്യ ഹരിദാസ്, M രജു, ദീപ്തി മേരി വർഗീസ് എന്നിവരാണ് ഈ പ്രചരണ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട സമിതിയിൽ അധ്യക്ഷനായി എത്തുന്നത് ബെന്നി ബെഹ്നാൻ MP ആണ്. കൊടിക്കുന്നിൽ സുരേഷ് MP അതിൽ ഉപാധ്യക്ഷനാവും. ഡീൻ കുര്യാക്കോസും അതുപോലെ തന്നെ ജബി മേത്തറുമാണ് ഇതിൽ അംഗങ്ങളായി എത്തുക. എന്തായാലും KC വേണുഗോപാൽ ഒപ്പിട്ട ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് അതിവേഗം തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ യാത്ര പുരോഗമിക്കുമ്പോൾ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ മെനയുവാൻ മുതിർന്ന നേതാക്കളെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല, നമുക്കറിയാം, പ്രധാനപ്പെട്ട നേതാവാണ്. മുഖ്യമന്ത്രി പദത്തിലേക്ക് അടക്കം ആ പേര് ഉയർന്നു വന്നൊരു നേതാവാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ പേര് ഏറെ നിർണായകമാണ്. നയിക്കുവാൻ, ഈ പ്രചരണ കമ്മിറ്റിയെ നയിക്കുവാൻ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ശശി തരൂർ, നമുക്കറിയാം, ശശി തരൂരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ നേരത്തെ നിലനിന്നിരുന്നു. അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടെല്ലാം ശശി തരൂർ കൂടിക്കാഴ്ച നടത്തുകയും കോൺഗ്രസിനൊപ്പം താനുണ്ട് എന്ന വാഗ്ദാനം നൽകുകയും ചെയ്തു. എന്തായാലും ശശി തരൂരിനും ഒരു അർഹിക്കുന്ന ചുമതല ഇപ്പോൾ കോൺഗ്രസ് നൽകിയിരിക്കുന്നു. എന്തായാലും സമിതി ഉടൻ തന്നെ യോഗം ചേർന്ന് ഈ പ്രചരണവും അതുപോലെ തന്നെ ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. പ്രവിത. അരവിന്ദ്, തുടരുക. മറ്റൊരു വാർത്തയുടെ കൂടി വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. പഞ്ചാബിലേക്കാണ്. പഞ്ചാബിൽ ഓപ്പറേഷൻ താമര എന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി MLA. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി സീറ്റ് വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണവുമായി സംഗ്രൂർ MLA നരീന്ദർ കൌർ ഭരീജാണ് രംഗത്ത് വന്നത്. അരവിന്ദ് ഒരിക്കൽ കൂടി ചേരുകയാണ്. അരവിന്ദ്, വീണ്ടും ഓപ്പറേഷൻ താമര എന്ന ആരോപണം ഉയരുകയാണല്ലോ. ആം ആദ്മി MLA ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പുറത്തുവിടുന്നുണ്ടോ, അതോ ഇത് ഒരു ആരോപണം മാത്രമാണോ? തെളിവുകളൊന്നും ആം ആദ്മി പാർട്ടി MLA പുറത്തുവിട്ടിട്ടില്ല. 2027 പഞ്ചാബിൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഇത്തരത്തിൽ ഹരിയാന മുഖ്യമന്ത്രി നേരിട്ടെത്തി സീറ്റ് വാഗ്ദാനം നൽകി എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ MLA നരീന്ദർ കൌർ ഭരജ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നയാബ് സിംഗ് സൈനി തന്നെയായി സംസാരിക്കുകയും പ്രധാനമായും താൻ മുന്നോട്ട് വെക്കുന്ന ഏത് ഉപാധി വേണമെങ്കിലും അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ താൻ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിലനിൽക്കുകയാണെന്നും ഇത്തരം വാഗ്ദാനങ്ങൾക്കുള്ളിൽ താൻ തലകുനിക്കില്ല എന്നതാണ് ആം ആദ്മി പാർട്ടി MLA ഉയർത്തിയിരിക്കുന്നത്. മുൻപ് പല സംസ്ഥാനങ്ങളിലും ഇത്തരമുള്ള ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഡൽഹിയിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ BJP ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമം നടത്തിയെന്ന ആരോപണം അരവിന്ദ് കെജ്രിവാൾ തന്നെ ഉയർത്തിയിരുന്നു. എന്തായാലും പഞ്ചാബിൽ ശക്തമായ മുന്നേറ്റവുമായി ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. 2027 പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അതിനു മുമ്പാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ താമര ആരോപണം BJPക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും BJP ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇനി എന്താകും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ പ്രതികരണം എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രവിത. ശരി, അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് സർക്കാർ നിയമസഭയിൽ നൽകിയ മറുപടിയും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടും തമ്മിൽ വൈരുദ്ധ്യം. ചെലവായ തുക തിരിച്ചടച്ചിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചപ്പോൾ തുക ബോർഡിലേക്ക് തിരിച്ചടച്ചിട്ടുണ്ട് എന്നാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ നൽകിയ ഉത്തരം. അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ മന്ത്രി VN വാസവൻ ഒഴിഞ്ഞുമാറി. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിച്ച നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് ദേവസ്വം മന്ത്രി നൽകിയ മറുപടിയും ദേവസ്വം ബോർഡ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടും തമ്മിലാണ് പ്രകടമായ വൈരുദ്ധ്യം. ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാരോ ദേവസ്വം ബോർഡോ പണം അനുവദിച്ചിട്ടുണ്ടോ എന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ ചോദ്യം. സ്പോൺസർമാരെ കണ്ടെത്തി ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് നിശ്ചയിച്ചിരുന്നെങ്കിലും തുക കണ്ടെത്തുന്നതിൽ കാലതാമസം നേരിട്ടതിനാൽ ദേവസ്വം ബോർഡ് അഡ്വാൻസായി പണം ചെലവഴിച്ചു. റിലീജിയസ് കൺവെൻഷനുകൾ നടത്താൻ ബോർഡിന്റെ ബജറ്റിൽ വകയിരുത്തിയിരുന്ന തുകയാണ് അഡ്വാൻസായി ചെലവിട്ടതെന്നും സ്പോൺസർമാർ വാഗ്ദാനം ചെയ്ത തുക ലഭിച്ചപ്പോൾ അഡ്വാൻസ് തുക അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചുവെന്നുമായിരുന്നു ദേവസ്വം മന്ത്രി VN വാസവൻ രേഖാമൂലം നൽകിയ ഉത്തരം. എന്നാൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ പണം തിരികെ വന്നിട്ടില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സർക്കാരിന്റെയും ബോർഡിന്റെയും മറുപടിയിലുള്ള ഈ വൈരുദ്ധ്യത്തിന് അധികൃതർക്ക് കൃത്യമായ വിശദീകരണമില്ല.
ഇല്ല അത് രാഷ്ട്രീയമല്ല, അതിനൊന്നും നമ്മൾ പറയാനില്ല. അത് ബോർഡ് സ്ഥിരീകരണം ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത് വലിയ തട്ടിപ്പാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം ഒരു വൻ അഴിമതിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ 7 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു. വൻതോതിലുള്ള ഒരു വെട്ടിപ്പിന്റെ വേദിയായിട്ടാണ് മാറിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള മാതൃകയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിനെ കുറിച്ചും അന്വേഷണം വേണമെന്നാണ് ആവശ്യം. 24 തിരുവനന്തപുരം. ശബരിമലയുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവ്. ജീവനക്കാരുടെ പണമിടപാടുകളിലാണ് ദേവസ്വം വിജിലൻസിനോട് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. അതേസമയം തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം നൽകി. എന്നാൽ ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനാൽ KS ബൈജുവിന് ജയിൽ മോചിതനാകാൻ കഴിയില്ല. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ ഇടപാടുകൾ സംശയകരമെന്ന SIT റിപ്പോർട്ടിലാണ് അന്വേഷണ ഉത്തരവ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 14 ലക്ഷത്തിലധികം രൂപ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം കൈമാറ്റം നടന്നെന്നാണ് കണ്ടെത്തൽ. മണ്ഡലകാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കണമെന്നും 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ദേവസ്വം വിജിലൻസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ 5 മാസത്തിനിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് 5ാമത്തെ അന്വേഷണമാണിത്. ഇതിനിടെ കട്ടിളപ്പാളി കേസിൽ കസ്റ്റഡി കാലാവധി 90 ദിവസം പൂർത്തിയായതോടെയാണ് KS ബൈജുവിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക പാളിക്കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനാൽ ജയിലിൽ തുടരേണ്ടിവരും. സ്വർണ്ണക്കൊള്ളയിൽ ED നടപടിയും ശക്തമാക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനാവശ്യപ്പെട്ട മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിന് സമൻസ് അയച്ചു. ഇന്നലെ ജാമ്യം അനുവദിച്ച് പുറത്തിറങ്ങിയ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവിനെയും ചോദ്യം ചെയ്യും. കൊല്ലം ബ്യൂറോയ്ക്കൊപ്പം 24 കൊച്ചി. ശബരിമല സന്നിധാനത്ത് പരിശോധന നടത്തിയ SIT വൈകിട്ട് 5 മണിക്ക് നട തുറന്നതിന് പിന്നാലെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പരിശോധന. ശ്രീകോവിലിന് സമീപത്തുനിന്ന് ഇളക്കിയെടുത്ത സ്വർണ്ണപ്പാളികൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാകും. 2 ദിവസം SITയുടെ പരിശോധന സന്നിധാനത്ത് തുടരും. ഉച്ചയ്ക്ക് 12 മണിയോടെ പമ്പയിലെത്തിയ SP S ശശിധരനും സംഘവും 2 മണിയോടെ സന്നിധാനത്തെത്തി. പിന്നാലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട 5 മണിക്ക് തുറന്നതോടെ അന്വേഷണ സംഘവും പരിശോധനയ്ക്കായെത്തി. ആദ്യം ശ്രീകോവിലിന് പിൻഭാഗത്തെ തൂണുകളിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്തു. ശ്രീകോവിലിന് മുമ്പിലെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണവും SIT ഇളക്കി മാറ്റി. ഇത് വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. നാളെയും മറ്റന്നാളും വിശദമായ പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനുശേഷമായിരിക്കും സമഗ്രമായ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക. 24 പത്തനംതിട്ട. തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്കിൽ കേരളം സ്തംഭിച്ചു. പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടയുകയും സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്തു. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു. സെക്രട്ടേറിയറ്റിൽ 10% ജീവനക്കാരാണ് ഹാജരായത്. വിവിധയിടങ്ങളിൽ തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. പണിമുടക്കിൽ സംസ്ഥാനത്ത് ഹർത്താൽ പ്രതീതി. അവശ്യ സേവനങ്ങളൊഴികെ മറ്റെല്ലാ മേഖലകളും പണിമുടക്കിൽ സ്തംഭിച്ചു. പൊതുഗതാഗതം തടസ്സപ്പെട്ടു. പലയിടത്തും യാത്രക്കാർ വലഞ്ഞു. ഇനിയിപ്പോൾ പോകാനായിട്ട് യാതൊരു മാർഗമില്ലാത്ത അവസ്ഥയിലാണ്. ഇത്രയും ഗൗരവമാണെന്ന് അറിയില്ലായിരുന്നു. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിഞ്ഞത്. പിന്നെ അതാണ് പ്രശ്നമായിപ്പോയത്. അവിടെ നാട്ടിൽ നിന്ന് വണ്ടി വരുന്നതിനും ബുദ്ധിമുട്ട്. സർവീസിന് പമ്പയ്ക്കുള്ള സർവീസ് മാത്രമേ തൽക്കാലം ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. വയനാട്ടിലും അങ്കമാലി, പെരുമ്പാവൂർ എന്നിവിടങ്ങളിലും KSRTC ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ തടഞ്ഞു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര KSRTC ഡിപ്പോയിൽ സമരാനുകൂലികളും ജീവനക്കാരും തമ്മിൽ നേരിയ വാക്കേറ്റമുണ്ടായി. കോട്ടയം പായിപ്പാട് പണിമുടക്കനുകൂലികൾ ബാർ ഹോട്ടലിന്റെ വാതിൽ അടിച്ചു തകർത്തു. ജീവനക്കാരെ മർദ്ദിച്ചതായും പരാതിയുണ്ട്. തിരുവനന്തപുരം പോത്തൻകോട് പോസ്റ്റ് ഓഫീസും സ്വകാര്യ ധനകാര്യ സ്ഥാപനവും സമരക്കാർ അടപ്പിച്ചു. കൊല്ലം പുനലൂരിലും വയനാട് കൽപ്പറ്റയിലും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും തുറക്കാൻ സമരക്കാർ സമ്മതിച്ചില്ല. പത്തനംതിട്ട കലഞ്ഞൂർ പഞ്ചായത്തിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ പ്രതിഷേധക്കാർ തടഞ്ഞു. നിങ്ങളെ തോൽപ്പിക്കാനൊന്നുമില്ല. നമുക്ക് രാഷ്ട്രീയം ഇല്ല. ഞാൻ വന്നപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയമില്ല. കോഴിക്കോട് പുതിയങ്ങാടി GMUP സ്കൂളിൽ അധ്യാപകരെ തടഞ്ഞു. സ്കൂൾ ഗേറ്റിൽ CITU പ്രവർത്തകർ കൊടികുത്തി. തിരുവനന്തപുരം നെടുമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമരാനുകൂലികൾ അധ്യാപകരെ പൂട്ടിയിട്ടു. ഡയസ്ലോൺ പ്രഖ്യാപിച്ചെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിൽ ഹാജർ നില കുറവ്. 4600-ലധികം ജീവനക്കാരുള്ള സെക്രട്ടേറിയറ്റിൽ
ഇന്ന് ഹാജരായത് 10% പേർ. ജോലിക്കെത്തിയവരെ തൊഴിലാളി സംഘടനകൾ തടഞ്ഞില്ല. വിവിധയിടങ്ങളിൽ തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. ലോക് ഭവനിലേക്ക് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്. INTUC പ്രത്യേകം പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പണിമുടക്ക് ദിവസം UDFന്റെ പുതുയുഗയാത്ര മാറ്റിവെക്കാത്തതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വിമർശനവുമായി LDF. പണിമുടക്കിന്റെ കൂടി ഭാഗമാണ് ജാഥയെന്നാണ് VD സതീശന്റെ മറുപടി. അതേസമയം ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് CPIMനെയും പ്രതിരോധത്തിലാക്കി. അതിനിടെ നിർബന്ധിത പണിമുടക്കിനെ വിമർശിച്ച് ഡോക്ടർ ശശി തരൂർ MP രംഗത്ത് വന്നു. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ മറ്റൊരാളെ തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ല എന്നും ഡോക്ടർ ശശി തരൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. INTUC ഉൾപ്പെടെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ദിവസം UDFന്റെ പുതുയുഗയാത്ര മാറ്റിവെക്കാത്തതിനെതിരെയാണ് LDF രംഗത്ത് വന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്ര മാറ്റാത്തത് പണിമുടക്കിനെ അപമാനിക്കലെന്നാണ് വിമർശനം. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശവ്യാപകമായി നടന്ന ഒരു പണിമുടക്കിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടു. ആ പണിമുടക്ക് ദിവസം രാഷ്ട്രീയമായി UDF ഒരു ജാഥ പ്രതിപക്ഷ നേതാവിൻ്റെയും UDF നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഈ പണിമുടക്കിനെ അപമാനിക്കലാണ്. എന്നാൽ ജാഥ പണിമുടക്കിന്റെ കൂടി ഭാഗമെന്നാണ് VD സതീശന്റെയും UDF നേതാക്കളുടെയും മറുപടി. ഏത് കാര്യത്തിലാണ് ഈ സമരം ദേശീയ പണിമുടക്ക് നടത്തുന്നത്, അതിന്റെ കാരണം കൂടി എന്തിനാണ്, ഏത് കോസിന് വേണ്ടിയാണ് നടത്തുന്നതെന്ന് ഈ ജാഥയിൽ പ്രചരണം കൂടി നടത്തും. അതിനുള്ള ഒരു അവസരം കൂടിയല്ലേ. ഇടതുപക്ഷ സംഘടനകൾ വേറെയും UDTF വേറെയും നിൽക്കുന്ന കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ INTUC നേതൃത്വം കൊടുക്കുന്ന സമര കൂട്ടായ്മയാണിത്. INTUC ആണ് ചെയർമാൻ. ഇതിനിടെ തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റൽ നിർമ്മാണ പ്രവർത്തനം പണിമുടക്ക് ദിനത്തിലും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി നടത്തിയത് CPIMന്റെ ഇരട്ടത്താപ്പാണെന്ന വിമർശനമുയർന്നു. CPIM നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. ഇടുക്കി ഉടുമ്പന്നൂരിൽ CPIM ഏരിയ സെക്രട്ടറി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിച്ചത് വിവാദമായി. കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി PP സുമേഷിന്റെ കെട്ടിടത്തിലേക്കുള്ള വഴിയിലെ ടാറിംഗ് നിർത്തിവെച്ചെന്ന് പിന്നീട് നേതൃത്വം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. കേരളമൊഴികെ രാജ്യത്തെ മറ്റിടങ്ങളിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചില്ല. പലയിടത്തും വ്യവസായ മേഖലകൾ കേന്ദ്രീകരിച്ച് തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. പണിമുടക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷമുയർത്തി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയാണ് രാജ്യത്തെ വിവിധ തൊഴിലാളി സംഘടനകൾ 24 മണിക്കൂർ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. രാജ്യതലസ്ഥാനത്ത് തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ഇതൊരു തുടക്കമെന്ന് നമ്മൾക്ക് പറയാം. അത് വരും ദിവസങ്ങളിൽ ഈ തൊഴിലാളി കർഷക ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ സമരം. എന്നാൽ പതിവ് പോലെ ഉത്തരേന്ത്യയിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചില്ല. ദേശീയ പണിമുടക്ക് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടില്ല. ഡൽഹി മെട്രോയും ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളും ഓട്ടോ ടാക്സി സർവീസുകളും സാധാരണ നിലയിൽ തന്നെ സർവീസ് നടത്തുകയാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന പശ്ചിമബംഗാൾ, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് ഭാഗികമായിരുന്നു. ദേശീയ പണിമുടക്കണമെങ്കിലും മുംബൈയെ അത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ജനജീവിതത്തെ സമരം ഒരു തരത്തിലും ബാധിച്ചതായി കാണാൻ കഴിയില്ല. ചെന്നൈ സെൻട്രൽ റെയിൽവേ മൗണ്ട് റോഡ് തൊഴിലാളികൾ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ദേശീയ പണിമുടക്ക് തമിഴ്നാടിനെ ഒരു തരത്തിലും ബാധിച്ചില്ല. ജനജീവിതം സാധാരണ നിലയിൽ തന്നെ മുൻപോട്ട് പോവുകയും ചെയ്തു. പാർലമെന്റ് ഇരുസഭകളിലും പണിമുടക്കിന് കാരണമായ വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തി. പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം നാഷണൽ ഡെസ്ക് 24. തിരഞ്ഞെടുപ്പ് ചൂടേറ്റി ജാഥകൾ.
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിലെ പിടിവലി വിവാദം തള്ളി നേതാക്കൾ. വേദിയിലുണ്ടായത് നിസ്സാര കാര്യമെന്ന് വി.ഡി. സതീശനും സ്നേഹത്തള്ളലാണെന്ന് കോഴിക്കോട് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറും പ്രതികരിച്ചു. ഷാഫി പറമ്പിൽ MP തന്നോട് കയർത്തിട്ടില്ല എന്ന് DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ 24നോട് പറഞ്ഞു. പുതുയുഗ യാത്രാവേദിയിലെ പിടിവലി വിവാദം നാണക്കേടായതോടെയാണ് നേതാക്കളുടെ പ്രതികരണം. വേദിയിൽ കണ്ടത് ഒരു കുടുംബത്തിലെ കാര്യങ്ങളാണെന്നും നിസ്സാര കാര്യങ്ങൾ മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിക്കുകയാണെന്നും വി.ഡി. സതീശൻ. ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണുപോയെന്ന്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും. മുല്ലപ്പള്ളി രാമേന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു. കുറ്റ്യാടിയിലുണ്ടായത് സ്നേഹത്തള്ളലെന്നാണ് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ വിശദീകരണം. സംസാരിക്കാൻ വിളിക്കാത്തതിൽ ഷാഫി പറമ്പിലിന് ഒരു നീരസവും ഉണ്ടായിട്ടില്ലെന്നും പ്രവീൺകുമാർ. ഒരു നീരസം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫിയെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ വിളിക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും ഒന്നും തള്ളിയ കേരളം എന്ത് ചെയ്യാനാ? ഷാഫി ദേഷ്യത്തിലല്ല പ്രതികരിച്ചതെന്ന് DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ. സംസാരിക്കില്ലെന്ന് ഷാഫി നേരത്തെ പറഞ്ഞിരുന്നുവെന്നും പ്രതികരണം. ഓൾറെഡി സമയം ലേറ്റായി, ഇനി പ്രസംഗിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കടുത്ത നിലപാട് ഷാഫി പറമ്പിൽ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ സാറ് MP പ്രസംഗിച്ചേ പറ്റൂ എന്ന് ഞങ്ങൾ ചാഢ്യം പിടിക്കുകയും അത് പറ്റില്ല എന്ന് പറഞ്ഞ് മൂപ്പരങ്ങ് പോകാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. കുറ്റ്യാടിയിലെ പരിപാടിക്ക് പിന്നാലെ വടകരയിലും കൊയിലാണ്ടിയിലും ഷാഫി പറമ്പിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും വേദിയിലെ വിവാദം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. 24 കോഴിക്കോട്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസം. ഉപാധികളുടെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഇതോടെ 3 ബലാത്സംഗ കേസിലും രാഹുലിന് ജാമ്യമായി. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് നടന്നതെന്നും പരാതിക്കാരിയുടെ സമ്മതത്തോടെയാണ് ഗർഭചിത്രമെന്നും നിരീക്ഷിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ രാഹുലിന് 3 കേസുകളിലും ജാമ്യം ലഭിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിലെ പരാമർശങ്ങൾ രാഹുലിന് അനുകൂലമാണ്. രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ളത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. ഗർഭഛിദ്രം പരാതിക്കാരിയുടെ സമ്മതത്തോടെയാണെന്നും കോടതി നിരീക്ഷിച്ചു. ബന്ധം തകരുമ്പോൾ അത് പീഡനക്കേസായി മാറ്റുന്ന പ്രവണത ശരിയല്ല. ഇക്കാര്യം അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി പരിഗണിച്ചില്ല. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. 16-ാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. മൊബൈൽ ഫോണും പാസ്പോർട്ടും കൈമാറണം. 3 ദിവസം രാഹുലിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാമെന്നും അറസ്റ്റ് ചെയ്താൽ വിട്ടയക്കണമെന്നും കോടതി പോലീസിന് നിർദ്ദേശം നൽകി. 24 കൊച്ചി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത ആരോപണവുമായി BJP അംഗം നിഷികാന്ത് ദുബെ. രാഹുൽ ഗാന്ധിക്ക് സോറോസ് ഫൗണ്ടേഷൻ, USAID ഫോർഡ് ഫൗണ്ടേഷൻ തുടങ്ങിയ ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും സ്പീക്കറും അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ രാഹുൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ അംഗത്വം റദ്ദാക്കണമെന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കണമെന്നും നിഷികാന്ത് ദുബെ ലോക്സഭയിൽ ശൂന്യവേളയിൽ ആവശ്യപ്പെട്ടു. അതേസമയം BJPക്ക് രാഹുലിനെ ഒന്നും ചെയ്യാനാകില്ല എന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. പൊതുപണിമുടക്ക്, ഇന്ത്യ-US വ്യാപാര കരാർ വിഷയങ്ങൾ ഉന്നയിച്ച ഇന്ത്യ സഖ്യം പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അവതരിപ്പിച്ച ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് ഭേദഗതി നിയമം ലോക്സഭ പാസാക്കി. രാജ്യസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറുപടി പറഞ്ഞു. കേരള സർവകലാശാല യൂണിയൻ നടപടികൾ മരവിപ്പിച്ച VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് കോടതിയിൽ തിരിച്ചടി. കാലാവധി പൂർത്തിയാകുന്നതുവരെ യൂണിയന് തുടരാമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഫണ്ട് അനുവദിച്ച 2 പരിപാടികൾ നടത്താനും അനുമതിയുണ്ട്. വിധിക്ക് പിന്നാലെ VCയുടെ ശാസ്തമംഗലത്തെ വീടിന് മുന്നിൽ SFI പ്രതിഷേധിച്ചു. കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ VC മോഹനൻ കുന്നുമ്മലും SFIയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായിരുന്നു. പിന്നാലെ സർവകലാശാല യൂണിയൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ അനുകൂല വിധി. ഫെബ്രുവരി 26-ന് കാലാവധി കഴിയുന്നതുവരെ യൂണിയന് തുടരാമെന്നാണ് കോടതി വിധി. സർവകലാശാല ഫണ്ട് അനുവദിച്ച 2 പരിപാടികൾ നടത്താനും അനുമതിയുണ്ട്. സംഘപരിവാർ വിരുദ്ധ വിദ്യാർത്ഥി പോരാട്ടത്തിന്റെ വിജയമെന്ന് SFI പ്രതികരിച്ചു. അവിടെ നടത്തിയ സമരത്തിൽ നടത്തിയ വിദ്യാർത്ഥികളുടെ അവരുടെ പോരാട്ടത്തിന്റെ വിജയമാണ് നിലവിൽ ഈ കോടതി വിധി. അവകാശങ്ങൾ ചോദിക്കുമ്പോൾ ഇത് ആരുടെ ഔദാര്യമൊന്നുമല്ല. അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങുന്ന കാലമാണ്. അതേ ഞങ്ങൾക്ക് മോഹനൻ കുന്നുമ്മൽ. നിലവിൽ കാലാവധി ഫെബ്രുവരി ഈ മാസം 26-ാം തീയതി വരെ നിലവിലെ യൂണിയന് തുടരാമെന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. നിലവിൽ തീരുമാനിച്ച പരിപാടികളെല്ലാം ആ രീതിയിൽ യൂണിയൻ സംഘടിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കോടതിയിൽ നിന്ന് തിരിച്ചടി ലഭിച്ചതോടെ VC മോഹനൻ കുന്നുമ്മലിന്റെ വീടിന് മുന്നിലും SFI പ്രതിഷേധവുമായി എത്തി.
ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിസിക്ക് കോടതിയുടെ മറുപടി എന്നെഴുതിയ പോസ്റ്ററുകൾ വീടിന് മുന്നിൽ പതിപ്പിച്ചായിരുന്നു പ്രതിഷേധം. പോലീസ് തടഞ്ഞതോടെ പ്രതിഷേധം സംഘർഷ സാഹചര്യത്തിലേക്കെത്തി. കോടതി വിധി അനുകൂലമായതോടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ 2 പരിപാടികളും നടത്താനാണ് യൂണിയൻ തീരുമാനം. 24 തിരുവനന്തപുരം. കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷന്റെ കോഴിക്കോട് മാങ്കാവിൽ സജ്ജമാക്കിയ പുതിയ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. തൊഴിലില്ലായ്മ പരിഹരിക്കാനും യുവാക്കൾക്ക് മികച്ച കരിയർ ഉറപ്പാക്കാനുമായി കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ നൈപുണ്യ വികസന പദ്ധതിക്കും തുടക്കമായി. 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രമുഖ ചരിത്രകാരൻ പ്രൊഫസർ എസ് ഇർഫാൻ ഹബീബിന് നേരെ ആക്രമണ ശ്രമം. ഡൽഹി സർവകലാശാല ആർട്സ് വിഭാഗത്തിന്റെ സമ്മത ദിവസവുമായി ബന്ധപ്പെട്ട സാഹിത്യോത്സവ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. ഇർഫാൻ ഹബീബിന് നേരെ പിന്നിൽ നിന്ന് വെള്ളം നിറച്ച ബക്കറ്റ് എറിയുകയായിരുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. പരിപാടി പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ആക്രമണത്തിന് പിന്നിൽ ABVP ആണെന്ന് ഐസ ആരോപിച്ചു. ആരോപണം ABVP നിഷേധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി കേരളത്തിൽ നിന്നുള്ള BJP കൌൺസിലേഴ്സ്. കേരളത്തിലെ സാധ്യതകൾ കൌൺസിലർമാർക്ക് മോദി വിശദീകരിച്ചു നൽകി. 2 മണിക്കൂർ നേരം കൂടിക്കാഴ്ച നീണ്ടു. സാധാരണക്കാർക്കൊപ്പം ചേർന്ന് പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ കൌൺസിലർമാർക്ക് നൽകിയത്. ഓരോ പ്രവർത്തകരോടും വിശദമായി സംസാരിച്ചു. കേരളത്തിലെ സാധ്യതകൾ ഓരോന്നായി വിശദീകരിച്ചു. ജനങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കണമെന്നും കൌൺസിലർമാരോട് ഉപദേശിച്ചു. വരും കാലങ്ങളിൽ BJP കേരളത്തിൽ കൂടുതൽ വളരുമെന്നും മോദി പറഞ്ഞു. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രവർത്തകനെ അടുത്തറിയുവാനും അവർക്ക് പ്രധാനമന്ത്രിയോട് സംസാരിക്കുവാനുള്ള ഒരവസരം ഉണ്ടായി. തിരുവനന്തപുരത്തെ ഈ രാജ്യത്തെ 3 നഗരങ്ങളിൽ ഒന്നാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നേരത്തെ പാർലമെന്റിലെത്തിയ അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉപഹാരങ്ങൾ നൽകി സ്വീകരിച്ചിരുന്നു. കേന്ദ്രമന്ത്രിമാരും അഭിനന്ദിച്ചു. രാവിലെ പാർട്ടി ആസ്ഥാനത്ത് നഗരവികസന മന്ത്രി മനോഹർലാൽ ഖട്ടർ കേരളത്തിൽ നിന്നുള്ള സംഘത്തിന് കേന്ദ്ര പദ്ധതികൾ വിശദീകരിച്ച് നൽകിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള BJP കൌൺസിലർമാരുടെ ഡൽഹി പ്രവാസം നാളെയും തുടരും. നാളെ രാവിലെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയായി BJP ആസ്ഥാനത്ത് കൂടിക്കാഴ്ച. വൈകിട്ട് രാഷ്ട്രപതി ഭവൻ സന്ദർശനവും രാഷ്ട്രപതിയുമായിട്ടും കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയുടെ മുന്നിൽ നിന്നും ക്യാമറ പേഴ്സൺ ജിതീന്ദ്രനൊപ്പം അർജുൻ പിതാംബരൻ, 24. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകും. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.